ഇന്നത്തെ വ്ളോഗിന് വലിയ ഇൻട്രോ ഒന്നുമില്ല. നമ്മൾ നേരെ വ്ളോഗിലോട്ട് കയറുകയാണ്. വേറെ ഒന്നല്ല, നമ്മൾക്ക് ഇന്ന് കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഷോപ്പിംഗ് ഉണ്ട്, നമുക്ക് ഇവരെ കൊണ്ട് ആംസ്റ്റർഡാമിലേക്ക് പോകണം. അടുത്ത ആഴ്ച നമ്മൾ ഒരു ചെറിയ യൂറോപ്യൻ ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ജർമ്മനിക്കൂടെ പോയി, സ്വിറ്റ്സർലാൻഡിക്കൂടെ പോയി, ഫ്രാൻസിക്കൂടെ പോയി, ബെൽജിയം എത്തി, പിന്നെ നമ്മൾ നമ്മുടെ നെതർലാൻഡ്സിലേക്ക് എത്തണം. അങ്ങനെയാണ് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവർ ആകെ ഒരു മാസത്തേക്ക് വന്നിരിക്കുന്ന കാര്യം കൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂളിലാണ് കാര്യങ്ങളൊക്കെ പോയോണ്ടിരിക്കുന്നത്. കലണ്ടറിലും കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ അവിടെ എത്തണം. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയോണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ലീഷർ ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവർ വന്ന് ആദ്യത്തെ ഒരാഴ്ച ഞാൻ ലീവ് എടുത്തു, പിന്നെ ഞാൻ വർക്കിന് കയറി, പിന്നത്തെ ആഴ്ച വീണ്ടും ലീവ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കണേ. പൊട്ട് ചെയ്യണമെന്ന് പപ്പയ്ക്ക് മനസ്സിലാവാണ്ടാണ് നിക്കണേ. ഇത് കണ്ട അല്ല ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാൻ പറ്റും. അത് തന്നെ നല്ലത്. അതെ, ഇത്ര നേരെ അവന് എസ്തറ്റിക്കിന് പറ്റിയ ബാഗ് വേണമെന്നാ പറയണത്. എസ്തറ്റിക്കിന് നമ്മൾ ഏകദേശം ഒരു 8 യൂറോന്റെ അടുത്തും മേലെ കൊടുക്കണം അവന്റെ എസ്തറ്റിക്ക് നമ്മൾ ആ ബാഗ് വാങ്ങണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് എസ്തറ്റിക് അല്ലല്ലോ ഇപ്പൊ അത്യാവശ്യം വേണ്ടത് നമുക്ക് യൂട്ടിലിറ്റി ആണ്. അപ്പൊ ഞാൻ ഇത് എടുത്താ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളതാണ് ഇപ്പൊ എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ. ഗൈസ്, നമ്മളപ്പോ പോവാനായിട്ടുള്ള ഷോപ്പിംഗ് നടത്തിയതാ, തിരിച്ചു വന്നു. ഇത് കുറെ നാളായി ഞാൻ ഈ സാധനം വാങ്ങണം എന്ന് വിചാരിക്കണേ. പക്ഷെ ഈ മുത്തുണിക്കള്ളൻ സമ്മതിക്കാറില്ല. എൻ്റെ അടുത്ത് എന്തിനാണ് നീ ഇത് വാങ്ങണേ, വെറുതെ അല്ലേന്ന്. പക്ഷെ ഞാൻ ഈ വട്ടം വാങ്ങിച്ചു ഗൈസ്. നമ്മൾക്ക് നമ്മളെ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോ ഫ്രിഡ്ജ് പോലത്തെ സാധനത്തിൽ വെക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കൂൾ ബോക്സ് വാങ്ങിച്ചു ഗൈസ്. ആ എല്ലാ സാധനങ്ങളും കയറ്റിക്കോളൂ ഗൈസ്. ലോഡിങ് ആൻഡ് അൺലോഡിങ് തൊഴിലാളികളെ ഞങ്ങളെ. ഞാനേ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം എന്നോട് പറയാതെ ചെയ്യരുത്, ഇതൊക്കെ എന്റെ കണ്ടന്റ് ആണെന്നുള്ളത്. പപ്പേ ഞാൻ അറിയാണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു ഇടിക്കുട്ടന്നെയാണ്, ഞാൻ പറയാണ്ട് എന്തെങ്കിലും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുത്തുണിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ കാറ് കഴുകൽ എന്ന് പറയുന്നത്. അത് എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് അവൻ ചെയ്തിരിക്കും, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി. കാറ് കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരച്ച കറുപ്പ കളർ മാറ്റി വെള്ള കളറാക്കിയിട്ടാണ് ആശാൻ എന്നും വീട്ടിലേക്ക് കാറ് കൊണ്ടുവരാറ്. ഇനി അത് ഒരു വട്ടം കഴുകിയാൽ പോരാ, 2-3 വട്ടം ഇതേപോലെ കഴുകിയതിന് ശേഷം മാത്രമാണ് ആളുടെ മനസ്സിന് ആ ഒരു സമാധാനവും ശാന്തിയും കിട്ടുകയുള്ളൂ. എന്ത് ചെയ്യാനാ, ഞാൻ കുറേ റീല് കണ്ടിട്ടുണ്ട് ഇതേപോലെ ബോയ്സ് ഇങ്ങനെ കാറ് കഴുകുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇവൻ്റെ കാര്യം ആലോചിക്കും, നിങ്ങളുടെ കെട്ടിയവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണോ? എനിക്കറിയില്ല എനിക്ക് എന്താണ് കാറിനോട് ഇത്രമാത്രം പ്രേമം എന്നുള്ളത്. നമ്മൾ ആ കാറ് കഴുകലൊക്കെ കഴിഞ്ഞ് ഐക്യയിലേക്ക് വന്നിരിക്കുകയാണ്. മഴ പിന്നെ നെതർലാൻഡ്സിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. മഴയില്ലാതെ എന്ത് നെതർലാൻഡ്സ്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മഴയാണ് ശരിക്കും നെതർലാൻഡ്സിന്റെ ഭംഗി കൂട്ടുന്നത് എന്നുള്ളത്. ഗൈസ്, നമ്മളെ ഇതേപോലത്തെ അളിക്കൊട്ട പോലത്തെ ലൈറ്റ് വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഇപ്പം ഏകദേശം 55 യൂറോ, അതായത് നമ്മുടെ നാട്ടിൽ 5000 രൂപയുടെ അടുത്താണ് ഈ ഒരു സാധനത്തിന് വരണേ. അപ്പം ഞങ്ങൾ വിചാരിച്ച് നമുക്ക് 5000 രൂപ എടുത്ത് ഈ ഒരു അളിക്കൊട്ട വാങ്ങാൻ പ്രാന്തൊന്നും ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടും. അപ്പം അതും എനിക്കൊന്ന് നോക്കണം. ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് നല്ല സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളത്. ഈ ഒരു കാശ് കണ്ടപ്പോൾ എന്തായാലും ഇത് കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഈ ഒരു അളിക്കൊട്ട വാങ്ങില്ല. 5000 രൂപയ്ക്ക് അളിക്കൊട്ട വാങ്ങാൻ ഞാൻ അംബാനിയുടെ മോളൊന്നുമല്ലല്ലോ. സോ നമ്മൾക്ക് വേറെ എന്തെങ്കിലും നോക്കാം ഗൈസ്. ഇതിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ല, അതായത് കട്ടിയില്ല, ബലമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാണ്, നമ്മുടെ നാട്ടിൽ നല്ല മരത്തോണ്ട് ഉറപ്പുള്ളത് കൊണ്ട് ഉണ്ടാക്കിയിട്ട് വളയായല്ലോ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മരത്തിൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, ഇതൊക്കെ വെറും പ്ലൈവുഡ് പോലെ സാധനങ്ങളാണ്. പക്ഷെ എടുക്കത്തെ കാശ് അവർ പറയുന്നത് ഇതൊന്നും അതിനുള്ളതില്ല എന്നാണ്. നമ്മുടെ നെതർലാൻഡ്സിൽ ഫർണിച്ചർ കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സ്റ്റോറാണ് ഈ JYSK, IK എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കിട്ടാം. അവർ പോയില്ല. പക്ഷെ ഇത് നമ്മുടെ ആ ഒരു ഇതിന് മാച്ച് ആവില്ല. നമുക്ക് ആ മരത്തിന്റെ ഒരു ഫിനിഷ് വേണം, ടച്ച് വേണം. ആ പ്ലേറ്റിന്റെ ഒക്കെ പോലത്തെ വൈറ്റോ അല്ലാണ്ട് ശരിയാവില്ല. അത് നമുക്ക് ഈ മരത്തിൽ കിട്ടുമോ നോക്കാം. ഇതിന് എത്രയാന്ന് വെച്ചാ ഇപ്പോൾ 1000 രൂപയുടെ അടുത്ത് വരും. ഞങ്ങളുടെ അവിടെ അമ്മിണിയേച്ചി ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ നെയ്ത് തരും. നമ്മൾ പറഞ്ഞ ഷേപ്പിലും കാര്യങ്ങളൊക്കെ ആള് ചെയ്ത് ആൾക്ക് പറഞ്ഞു ഇതുണ്ടാ
മമ്മി പണ്ട് അമ്മച്ചിയാണ്, മമ്മിയല്ല അമ്മച്ചി, അമ്മയുടെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മൊറൊക്കെ ഇല്ലേ, പണ്ടത്തെ മൊറ, നമ്മളിങ്ങനെ വലിയ മൊറം, അതന്നെ ആ സാധനം എങ്ങനെ കാണിക്കില്ലേ, ആ മൊറൊക്കെ ആളിങ്ങനെ കൊണ്ടുവന്നിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്മച്ചി ചെയ്യണ കണ്ടേക്കണേ, മമ്മി ഒന്നും ചെയ്ത കണ്ടിട്ടില്ല, മടിച്ചിയാണ് അമ്മാര്. അതിനൊക്കെ 1000 രൂപ എന്ന് പറയുമ്പോ ആസ് എൻ ഇന്ത്യൻ പാരന്റ്സ് ഇവർക്ക് പറ്റില്ലല്ലോ. അതാണ് അതിന്റെ ഡിസൈൻ. ഇത് വലിയ കുഴപ്പമില്ല, 25 യൂറോ ഉള്ളോ. അതെ, പിശുക്കിയായി ഞാൻ കയ്യിൽ നിന്ന് കാച്ചു പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മനോവിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഒന്നാമതൊരു സാധനവും കിട്ടണം, കാശിട്ട് കുറക്കാനും പറ്റില്ല, അതാണ് എൻ്റെ ഒരു സ്വഭാവം. ഇതിപ്പോ ഏകദേശം 25 യൂറോ, എന്നാലും ഇതിന് ഏകദേശം 2500 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് നാട്ടില്. പക്ഷെ കുഴപ്പമില്ല, അളിക്കൊട്ടയും ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത സാധനമുണ്ട്. ഈ പറയുന്നത് ലൈറ്റും സാധനം ഉണ്ടാവില്ല കേട്ടോ, ലൈറ്റും ഹോൾഡറും നമ്മള് വേറെ എക്സ്ട്രാ വാങ്ങണം. ഈ കൊട്ടയ്ക്ക് മാത്രമാണ് പറയണേ. ഓരോന്ന് സെപ്പറേറ്റാ. അല്ല അല്ല അല്ല, അതങ്ങനെ തന്നെ, അതാണ് ഇത് മട്ടാക്ക്. ഈച്ച് ലാമ്പ് ഈസ് യുണീക്ക് സിൻസ് ഇറ്റ്സ് മെയ്ഡ്. അതല്ല, അതായത് ഇത് പറയണത് അളി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണതല്ലേ, മോളയാ, അതുകൊണ്ട് പറയണതാ. അങ്ങനൊന്നും അതിൽ എഴുതിയിട്ടില്ല. ഹോൾഡറിന് ഒന്നും എഴുതിയിട്ടില്ല. ഹൈറ്റ് 34 സെന്റിമീറ്റർ, ഡയാമീറ്റർ 36 സെന്റിമീറ്റർ, അത്രേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ അതിൽ വയറേറെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതും. ഇത്രേ സാധനമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നടന്ന് ഇവിടെ ഇങ്ങനെ എത്തി. അപ്പൊ ഇവിടെ കുറെ കട്ടിൽ കണ്ടു. നമ്മള് ഇവിടെ തന്നെയാണ് അന്ന് നമ്മുടെ കട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എങ്കിൽ ഇപ്പൊ അതിന്റെ മോഡൽ കഴിഞ്ഞു, ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു ഗൈസ്. അത് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ. കാണാത്തവരെന്റെ വീഡിയോ കാണണേ. അയ്യേ ക്രിഞ്ച്. അതല്ല, ഞാൻ ഇന്റീരിയർ ചെയ്തത് അത് ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. മമ്മിയും പപ്പിയും ഭയങ്കര ഡിസ്കഷനിലാണ്, എന്തിനാണ് വലിയ വീടുകൾ പണിയുന്നത് എന്നാണ് ഇപ്പോൾ അവരുടെ ചോദ്യം. അവര് പറയുന്നത് വളരെയധികം ശരിയാണ്. നിങ്ങൾക്കറിയാം, ഡച്ച് വീടുകൾ വളരെ ചെറുതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വലിയ വീടുകൾ പണിയും, എന്നിട്ട് ആരെങ്കിലും നിൽക്കും അതില്? ആരും നിൽക്കില്ല, എല്ലാവരും പുറത്തേക്ക് പോകും. അപ്പൊ ഇപ്പൊ നമ്മുടെ വീടൊക്കെ വെറുതെ എടുക്കണം. അപ്പൊ പപ്പയും മമ്മിയും പറയാണ്, നമ്മൾ എന്തിനാണ് അവിടെ വീട് പണിതിട്ടത്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ടെന്റ് ഹൗസ് കണ്ടു അവര് എൻ്റെ ഇടയ്ക്ക്. അപ്പൊ പറയാ, ഒരു റൂമിൽ തന്നെ സ്റ്റുഡിയോ പോലെ, റൂമിൽ തന്നെ കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം എല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ട് അതിന്റെ ആവശ്യം ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ അവർ ആധികാരികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാണ് കേട്ടോ അവര് പറഞ്ഞ ടെന്റ് ഹൗസ്. ഇതിനുള്ളിൽ കൂടെ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടില് എത്ര ബെഡ്റൂമുകളാണ് യൂസ് ചെയ്യാതെ ഇട്ടിരിക്കണേ? അതേപോലെ ഇപ്പോഴുള്ള നിങ്ങളുടെ വീടിന്റെ അത്രയും വലിപ്പമുള്ള വീട് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടായിരുന്നു? ഈ കാശൊക്കെ നിങ്ങൾ കൂട്ടി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ശരിക്കും കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ ശരിക്കും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഈ അടുത്താണ് കേട്ടോ. എൻ്റെ ചുറ്റുമുള്ള യൂറോപ്യൻസ് അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഇനി മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും അവർക്കൊരു കുന്തവും ഇല്ല. ഈ ഒരു മെന്റാലിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വരേണ്ടത്. സിബ്ബർ കവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒടിച്ചിങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനമല്ലേ, അത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് ഉണ്ടല്ലോ. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വാക്കത്തിന്റെ, നമുക്ക് ബാത്റൂമിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് ടവലിടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വാക്കത്തിന്റെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ലൈറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കണ്ണ് മഞ്ഞളിച്ച് പോയി. എല്ലാ ലൈറ്റും നോക്കി ഏത് ലൈറ്റിനാണ് കളർ കൂടുതൽ, കളറല്ലല്ലോ വെളിച്ചം കൂടുതൽ നോക്കി എൻ്റെ കണ്ണ് ഇതായി തുടങ്ങി. ഇതിനാണ് വാട്സ് കൂടുതൽ, പക്ഷെ ഇതിനേക്കാളും വെളിച്ചം ഞങ്ങൾക്ക് തോന്നുന്നത് അതിനാണ്. ഏതാ ലൈറ്റ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞങ്ങൾ അത് ലൈറ്റ് ചെയ്തെന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പട്ടെ, കണ്ണാകെ മഞ്ഞടിച്ചു.
അങ്ങനെ നമ്മൾ ബൾബും വാങ്ങിച്ചു, ഹോൾഡറും പിന്നെ ആ വയറും വാങ്ങിച്ചു. ഞങ്ങൾ കയറ് പോലത്തെ വയറാണ് വാങ്ങിച്ചിരിക്കണേ, സാധാരണ വയറല്ല. കാണുമ്പോൾ അങ്ങനെ ഒരു കയറ് കിടക്കണ പോലത്തെ ഒന്നും, ബ്ലാക്ക് കയറ് പക്ഷെ വയറാണ്. പിന്നെ ഇത് എത്ര വോൾട്ടാണ്? 2.9 വോൾട്ട് ഈക്വൽ ടു എന്തോ വീഡിയോ വെച്ചിട്ടുണ്ടോ ഇതിലൂടെ? 21 വോൾട്ട്. വാൾട്ടും വോൾട്ടും പറ്റും. ഓക്കെ ഗായ്സ്, എനിക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവുണ്ട്. വാട്ട്സ് ആൻഡ് വോൾട്ട്സ്. ഓക്കെ ഗായ്സ്, അപ്പൊ ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതാ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലിടുന്നു. പിന്നെ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, മുത്തുണ്ണിക്ക് ഓട്സ് ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പോവാ നീ. നമ്മൾ ഒരു ദിവസം ഓൾറെഡി അവരെ ആംസ്റ്റർഡാമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഡിന്നർ ക്രൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കനാലിക്കോടെ നമ്മളൊരു ബോട്ടിൽ ഒരു ചെറിയ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എനിക്ക് ഇന്നത്തേക്കാണ് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ വട്ടം ആംസ്റ്റർഡാമിൽ പോയപ്പോൾ എനിക്ക് അതിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല. സോ നമ്മൾ ഇപ്പോൾ ആംസ്റ്റർഡാമിലേക്ക് വീണ്ടും പോവുകയാണ്. അവരിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട സ്ഥലം ആംസ്റ്റർഡാം തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ചിരിച്ചോ? എവിടെ ചെന്നാലും പിന്നെ കപ്പിൾ ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കുമല്ലോ ഗൈസ്. ചിരിക്കി ചിരിക്കി. അയ്യോ, അപ്പൊ ഇവരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾക്ക് ബോട്ട് എടുക്കണ്ടേ. ഫോട്ടോഷൂട്ടിന് പോയപ്പോ ഞങ്ങളുടെ എല്ലാവരും കോട്ട് കൊടുത്ത ഇതെന്തത്? ഓക്കെ, എല്ലാവരും മമ്മിയുടെ നിന്ന് അവരവരെ കോട്ടുകൾ തിരികെ വാങ്ങേണ്ടതാണ്, എത്രയും പെട്ടെന്ന് തിരികെ വാങ്ങേണ്ടതാണ്. ഇതെന്റെയാ, ഒരു ബാഗും ഉണ്ടാവും അതിന്റെ ഒപ്പം. ഓക്കെ, തണുത്ത് വിറങ്ങലിച്ചു. തണുക്കണോന്നില്ല, പക്ഷെ നേരത്തെ നോക്കുമ്പോൾ ഇരുന്ന് ആട്, തണുക്കുമ്പോ നമ്മളിങ്ങനെ ആടില്ലേ കണ്ടാ? കാറ്റ്, അത് എപ്പോഴും കാറ്റ് വീശുന്നുണ്ടല്ലോ, അതാണല്ലോ പ്രശ്നം. ഓ അതെല്ലേ. തണുത്തട്ടെ, ഷോൾഡർ പൊക്കി, വേദന വരൂട്ട നിങ്ങൾക്ക് അങ്ങനെ ഷോൾഡർ പൊക്കി ഇരുന്നാ. അമ്മേ നല്ല കാറ്റ്. നമുക്ക് ഇതൊന്നും ഒരു തണുപ്പോലെ പൂത്ത, വെരി നോർമൽ ടെമ്പറേച്ചർ. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓരോന്നായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആംസ്റ്റർഡാമിൽ എന്താണ് കാണാനുള്ളത് എന്ന്. പക്ഷെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനുള്ളതല്ല, നമുക്ക് അനുഭവിച്ചറിയാനായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഇല്ലേ, ഇത് നിൽക്കുന്നത് കനാലിലാണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് താമസിക്കാൻ ഇടമില്ലാത്ത ഒരു സാഹചര്യം വന്നു. അത് ഇപ്പോഴും ഉണ്ട്, അതിന് കുറവൊന്നുമില്ല. എന്നാലും പണ്ട് കാലത്ത് അവരെന്താ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ബോട്ടുകൾ അവർ വീടുകളാക്കി മാറ്റാനായിട്ട് തുടങ്ങി. നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള പോലെ ഹൗസ് ബോട്ടുകൾ പോലെ അത് ഇപ്പോഴും ആൾക്കാർ അതിൽ നിൽക്കുന്നുണ്ട്. ചില ഈ ഹൗസ് ബോട്ടുകൾ അവർ എയർബിഎൻബി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊക്കെ നിൽക്കുകയാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ കനാലിൽ യാത്ര തുടരുകയാണ്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തുകൂടിയും ഈ ഒരു ബോട്ട് കടന്നു പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു ലോക്കൽ ഗൈഡ് ആണല്ലോ, ഞാൻ ഇവർക്ക് അങ്ങനെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് അവർ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മറന്നു, കാരണം ഇവരെ സ്ഥലങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒരു ആക്രാന്തത്തിലായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചിട്ടും കഴിച്ചിട്ടും ഒക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ബോട്ടിന്റെ ഹൈറ്റ് വളരെ കുറവാണ്. കാരണം വേറെ ഒന്നല്ല, ഇത് കുറേ അധികം കുഞ്ഞു കുഞ്ഞു പാലങ്ങൾക്ക് അടിയിലൂടെ കടന്നു പോകണം. അപ്പം തട്ടാണ്ടും മുട്ടാണ്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫുൾ ഗ്ലാസ് ആണ്. ചില ബോട്ടുകൾ ഇത്ര ഗ്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇത്രയും ഗ്ലാസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നന്നായി കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആംസ്റ്റർഡാമിലെ 7 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. എനിക്കത് പുറത്തുനിന്ന് കണ്ടപ്പോൾ അത്ര വലിയതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ യെസ്, 7 സ്റ്റാർ ആണ്. ഉള്ളിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിസ്സ വന്നു കേട്ടോ. പിസ്സയായിരുന്നു നമ്മുടെ ഡിന്നറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ കയറിനേക്കാളും മുൻപ് അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അത് നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പിസ്സ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പിസ്സ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല, ആവറേജ് ഒരു പിസ്സ.
പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ അങ്ങ് പോവാലോ. അതാണല്ലോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോഴാണ് ഒരു അമ്മാമ്മ നയിക്കുന്ന ഒരു ബോട്ട് യാത്ര എന്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. നിങ്ങൾ ആ അമ്മാമ്മയുടെ ഏജ് ഒന്ന് നോക്കിയേ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന ഒരു പ്രയോഗം കറക്റ്റാണ് എന്നുള്ളത്. അവൾ എത്ര സ്ട്രോങ് ആണെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിൽ എത്ര അമ്മാമ്മമാരെ നമ്മൾ ഇതേപോലെ വിടും. അവർ നമ്മളെപ്പോഴും പറയും അവർക്ക് ആരോഗ്യമില്ല, അവരോട് ഇരുന്നോട്ടെ ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ അല്ലേ. പിന്നെ ഇവർ അതിനനുസരിച്ചുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരെ ഹെൽത്തിനാണ്. നമ്മുടെ നാട്ടിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഓടും, പക്ഷെ ഇവിടെ എല്ലാവരും അവരെ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓടുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനാലിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അതൊരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. എന്താ മുത്തുണ്ണി ഒരു പ്ലാനത മുഖത്ത് ഒരു വഴുവഴുപ്പ്. അല്ലെങ്കിൽ അതിന് പോയാലേ മുത്തുണ്ണിയുടെ സുണ്ണി നനഞ്ഞു. നമ്മൾ ഇവരെ ഡച്ച് കൊട്ടാരം കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവർ പറയും ഇതാണോ ഇവിടത്തെ കൊട്ടാരം, ഒരു പെയിന്റ് പോലും പഠിക്കാത്ത കൊട്ടാരം എന്നാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ നിറച്ച ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇവിടത്തെ ഒരു കൊട്ടാരത്തിനുള്ള സെക്യൂരിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ആരും ഇല്ല, അതിന് മുൻപിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഇവരുടെ ആ ഒരു ട്രസ്റ്റാണ്. പിന്നെ ഇവരുടെ രാജാവ് എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ സ്പെയിനിൽ നിന്നും അവരുടെ രാജ്യത്തെ വീണ്ടെടുത്ത ആളാണ് അവരുടെ രാജാവ്. അപ്പോൾ ആ ഒരു രാജകുടുംബത്തെ വില്യം ഓറഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് ഇവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര ആദരിച്ചിട്ടാണ് ഇവരെ രാജാവിനെ കൊണ്ടു നടക്കണേ. കിങ്സ് ഡേ എന്നൊക്കെ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഡാം സ്ക്വയറിന് മുൻപിലിരിക്കുന്ന സമയത്താണ് ഇയാൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഇതേപോലെയുള്ള ആൾക്കാരെയും പ്രകടനങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. അവർ ഭയങ്കര പ്രൊഫഷണലാണ് കേട്ടോ. എൻ്റെ വലിയൊരു സംശയമായിരുന്നു ഈ സൈക്കിളിൻ്റെ മുകളിലേക്ക് ഇവരെങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ അത് കണ്ടുപിടിച്ചു ഗൈസ്. ഇനി നിങ്ങൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അവർക്ക് കൂടി ഞാനിത് എത്തിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവർ ഈ സൈക്കിളിൻ്റെ മുകളിൽ കയറുന്നത് കേട്ടോ. ഞാൻ പല സർക്കസുകളിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. പക്ഷെ അവരെങ്ങനെയാണ് മുകളിൽ കയറിയതുള്ള ഒരു പിടുത്തരിക്ക് ഉണ്ടായിരുന്നില്ല. ഇവർ ശരിക്കും ഇവിടെ നിൽക്കുന്ന ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുത്ത് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചെറിയ കാശ് സ്നേഹം അത് നമുക്ക് ഇവർക്ക് കൊടുത്തിട്ട് പോകാനായിട്ടും പറ്റും. ഇവരെങ്കിലും പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മൈക്കും സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡാം സ്ക്വയറിന് മുൻപിൽ, അതായത് ഇവരെ പാലസിന് മുൻപിൽ നിന്നിട്ടാണ് ഇവർ ഈ തീക്കളി കളിക്കുന്നത്. അപ്പോൾ ഈ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം അല്ലേ. അതുവരെ എല്ലാവർക്കും ബൈ.